പക്ഷേ ഇപ്പോൾ ഇതെന്താണ് നടക്കുന്നത്? കാരണം SFI ഗവർണർ മൂരാച്ചി എന്ന് വിളിക്കുന്നു, ഗവർണർ അവരെ ബ്ലഡി ഫൂൾ റാസ്കൽസ് എന്ന് വിളിക്കുന്നു. ഇത് ഗവർണർ ആദ്യം മുതൽ പറയുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രിയാണ് ഇതിന് പുറകിലുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കുട്ടികൾക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്, അത് അവർക്ക് പ്രകടിപ്പിക്കാം. പക്ഷെ അത് പ്രകടിപ്പിക്കുന്നതിന് പകരം വൃത്തികെട്ട രീതിയിൽ നിയമവിരുദ്ധമായി നടത്തിക്കഴിഞ്ഞാൽ അത് അപ്പോഴേ ബാൻ ചെയ്തേക്കണം. അങ്ങനെ ഇപ്പൊ ഇവര് ഈ ഗവർണർക്കെതിരെ കൊടുക്കുന്ന ഏറ്റവും വലിയ ഡിഫൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ റിപ്പോർട്ടർ ചാനലിന്റെ മീറ്റ് ദ ഡീറ്റെയിൽസും അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന ചാനലുകളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഗവർണർ ഇങ്ങനെ പെരുമാറാമോ എന്നുള്ളതാണ്. ഈ കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഗവർണർ മുഖ്യമന്ത്രിക്ക് അയച്ച ഒരു കത്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ. ഇത് ഈ അരുൺകുമാർ എന്നൊക്കെ പറഞ്ഞവൻ നടത്തുന്നത് ഒരു സൈസ് മോങ്ങലാണ്. ഈ പട്ടികൾ മോങ്ങുന്ന പോലത്തെ മോങ്ങലാണ് അവനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെയൊക്കെ എങ്ങനെയാണ് നമ്മളൊരു മാധ്യമ പ്രവർത്തകനായിട്ട് കാണാൻ കഴിയും? ഇത് വെറും കൂട്ടിക്കൊടുപ്പല്ലേ ഇത് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അരുൺകുമാർ എന്ന് പറഞ്ഞ ഇയാളുണ്ടല്ലോ, ഇയാൾക്ക് 1/4 പൈസയുടെ വിവരമില്ല എന്നുള്ളതാണ്. 1/4 പൈസയുടെ വിവരം. 6 വയസ്സുള്ള ആ പെൺകുട്ടിയെ 3 വയസ്സ് മുതൽ പീഡിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു നരാധമനെ അവൻ്റെ ചാനലിൽ കയറ്റി ഇരിക്കുമ്പം ആ നരാധമനല്ല ഇവന്റെ നാവിക്കിട്ട് നോക്കിയല്ലേ സത്യം പറഞ്ഞ ചവിട്ടേണ്ടതാണ്. അപ്പം അതുപോലെയുള്ള ആളുകളോട്, ഒരു പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരോട് പോലും ഒരു മയവുമില്ലാതെ വളരെ വൃത്തികെട്ട രീതിയിൽ പെരുമാറുക, അങ്ങനെ സാറ് പറഞ്ഞ പോലെ തന്നെ അവരെ സമ്മർദ്ദത്തിലാഴ്ത്തുക. കേരളത്തിലെ ഈ CPM എന്ന് പറഞ്ഞ ഇതിൻ്റെ ഒരു ഇൻഫാലിബിലിറ്റി ഉണ്ടല്ലോ, ഒരു അപ്രമാദിത്വം, അതിനെ തകർത്തെറിയുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ചെയ്തത് എന്ന്. പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവ് എത്ര അപ്രസക്തനാണ് കേരളത്തിൽ. അയാൾ കാണിച്ച ആ ഒരു ആർജവം കാണിക്കാൻ പിണറായി വിജയന് നട്ടലുണ്ടോ എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പിണറായി വിജയനെ വെല്ലുവിളിക്കാനുള്ളത്. KM ഷാജഹാൻ സാറുമായിട്ടുള്ള പ്രതിവാര സംവാദ പരിപാടി വൈബ്രന്റ് വീസിലേക്ക് സ്വാഗതം. സാർ, ഇപ്പോൾ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂ നടക്കുന്നത് ഗവർണറും SFI തമ്മിലുള്ള ഒരു പോര് നടക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ആദ്യഘട്ടം നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇത് എന്താണ് നടക്കുന്നത്? സാറിന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാരണം SFI ഗവർണർ മൂരാച്ചി എന്ന് വിളിക്കുന്നു, ഗവർണർ അവരെ ബ്ലഡി ഫൂൾ റാസ്കൽസ് എന്ന് വിളിക്കുന്നു. ഇത് കേരളത്തിൽ ഒരു ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം ഒരു ഗവർണറും ഒരു വിദ്യാർത്ഥി സംഘടനയും തമ്മിൽ ഒരു പോരിലേക്ക് പോകുന്നു. സത്യത്തിൽ നമുക്കറിയാതെ വിദ്യാർത്ഥി സംഘടന അല്ല എന്നുള്ളതും, കാരണം വിദ്യാർത്ഥി സംഘടനയെ മറ്റു പലരും അയച്ചേക്കാണ് എന്നും ഗവർണർ തന്നെ പറഞ്ഞിട്ടുണ്ട്. സാറിന് എന്താണ് അതിനെക്കുറിച്ച് പറയുക? ഇതിൽ ഈ ഗവർണറും SFIക്കാരും എന്നുള്ള നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായ ഒരു നില കൊടുത്ത് പറയുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെങ്ങനെയാണ് തുടങ്ങിയത്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. തിരുവനന്തപുരത്ത് വെച്ച് ഗവർണറുടെ എൻടൂറേജ് വരുമ്പോൾ അവിടെ ചെന്ന് ചില്ലിൽ വരെ അടിച്ച ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ നിന്നാണ് ഇതിൻ്റെ പ്രകോപനം ആരംഭിക്കുന്നത്. സാധാരണഗതിയിൽ ഇതുപോലെ ഗവർണറൊക്കെ പോകുമ്പോഴത്തേക്ക് ചില്ലിൽ നിന്ന് SFIക്കാരൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും ബൈലൈനിലൂടെ ഗവർണറുടെ വണ്ടി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ഗവർണർ വളരെ ഇച്ഛാശക്തിയോടുകൂടി അവിടെ ഇറങ്ങുകയും ആ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാരെ എന്ത് പേരാണോ വിളിക്കേണ്ടത് അതേ പേരിൽ തന്നെ അവരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. കുറെ കാലമായി യഥാർത്ഥത്തിൽ ഈ SFIയുടെ ഈ ക്രിമിനലുകളെ വിളിക്കേണ്ട പേരുകളാണ് ഗവർണർ അവിടെ വിളിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനവും പ്രസക്തമായിട്ടുള്ള കാര്യം. അപ്പോൾ അതിനെ തുടർന്ന് SFIയുടെ ഈ ക്രിമിനൽ സ്വഭാവം വെച്ചിട്ട് അവർ ഗവർണറെ കാലിക്കറ്റ് സർവകലാശാലയുടെ ക്യാമ്പസിൽ കയറ്റില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. അപ്പോൾ സാധാരണഗതിയിലാണെങ്കിൽ SFI പോലൊരു സംഘടന പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായി ഭരിക്കുമ്പോൾ ഒരാളെ ക്യാമ്പസിൽ കയറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100% അതങ്ങനെ തന്നെ നടക്കേണ്ടതാണ്. പക്ഷെ അവിടെയും ഗവർണർ വ്യത്യസ്തത കാണിച്ചു. ഗവർണർ പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലേക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു. ഇത് ഗവർണർ പറഞ്ഞതുപോലെ ഇത് യഥാർത്ഥത്തിൽ SFIയും ഗവർണറും SFIയും തമ്മിലുള്ളൊരു സംഭവമായിട്ടാണ് ചുരുക്കി കാണിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഗവർണർ ആദ്യം മുതൽ പറയുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രിയാണ് ഇതിന് പുറകിലുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. യഥാർത്ഥത്തിൽ ഈ
പിന്നെ സർവകലാശാല കാവ്യവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമം, അതിനെതിരായിട്ടാണ് പ്രക്ഷോഭം എന്നും പറയുന്നത് ശരിയല്ല. ഗവർണറുടെ കഴിഞ്ഞ ഒരു 10-15 ദിവസക്കാലത്തെ ഗവർണറുടെ ഇടപെടൽ, ഗവർണറുടെ പ്രതികരണങ്ങൾ, മുഖ്യമന്ത്രിക്കെതിരായി ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം, ഇപ്പോൾ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ തന്നെ ഗവർണർ ഒന്നാം പ്രതിയായി നിർത്തുന്നത് പിണറായി വിജയനെയാണ്. ആർ ബിന്ദുവിൻ്റെ കാര്യത്തിൽ പോലും ബിന്ദുവിന് വലിയ റോളൊന്നുമില്ല, പിണറായി വിജയനാണ് ഇത് ചെയ്യിക്കുന്നതെന്ന് പറയുന്നു. പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്ന് 9 പ്രാവശ്യം എൻ്റെ ഓഫീസിലേക്ക് ഈ കണ്ണൂർ വൈസ് ചാൻസലറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ആൾ വന്നു എന്ന് പറയുന്നു. ഇതിൻ്റെ പുറകിൽ പിണറായി വിജയനാണെന്ന് പറയുന്നിട്ടുള്ള ഗവർണറുടെ ആക്രമണം. യഥാർത്ഥത്തിൽ പിണറായി വിജയനെ പ്രകോപിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ സെനറ്റിലെ 3-4 BJP-ക്കാരെ വെച്ചതല്ല. യഥാർത്ഥത്തിൽ പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കാനുള്ള കാര്യം കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഗവർണർ മുഖ്യമന്ത്രിക്ക് അയച്ച ഒരു കത്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നപ്പോൾ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും ഓണർ ചെയ്യാൻ കഴിയുന്നില്ല, ശമ്പളം പെൻഷൻ കൊടുക്കാൻ ഉൾപ്പെടെ ബുദ്ധിമുട്ടുകയാണ് എന്നുള്ള നിലയിൽ ഗവൺമെൻറ് സത്യവാങ്മൂലം കൊടുത്തു. അത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അത് ശരിയാണ് എന്ന് ചീഫ് സെക്രട്ടറി സത്യവാങ്മൂലത്തിലൂടെ അറിയിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഇവിടെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീമൻ RS ശശികുമാർ ഇങ്ങനെ ഗവൺമെൻറ് ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടതിന് അത് ഭരണഘടന 135 എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയിൽ ഒരു വകുപ്പുണ്ട്. അപ്പോൾ അത് പ്രഖ്യാപിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അത് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർക്ക് ഒരു കത്ത് കൊടുക്കുകയും ഗവർണർ ആ കത്ത് സർക്കാരിൻ്റെ വിശദീകരണത്തിന് അയക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അതാണ് ഗവൺമെൻറ്റിനെ, പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുള്ള ഒരു വസ്തുത. കാരണം കേരളം സാമ്പത്തികമായി തകർന്നടിഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. സ്വാഭാവികമായും ആ മേഖലയിലേക്ക് ഗവർണർ കൂടുതൽ പോയാൽ അത് ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്ന് കൃത്യമായി അറിയാവുന്ന പിണറായി വിജയൻ ഗവർണറെ ഈ പറഞ്ഞതുപോലെ സമ്മർദ്ദത്തിൽ ആഴ്ത്തി ഒരു മൂലയ്ക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള, അതിൻ്റെ ഒരു ലാർജർ പ്ലോട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ SFIയുടെ കുട്ടിക്കുരങ്ങന്മാരെ ഈ ഗവർണറുടെ അടുത്തേക്ക് പറഞ്ഞു. അത് ബോധ്യമുള്ള ഗവർണർ ശരിക്കും SFIയുടെ ക്രിമിനൽ സംഘത്തിനെതിരെ നടത്തുന്ന സമരം യഥാർത്ഥത്തിൽ പിണറായി വിജയനെതിരെ ഗവർണർ നടത്തുന്ന സമരമായിട്ട് വേണം നമ്മളതിനെ കാണാൻ. ഇപ്പോൾ ഗവർണർ ക്യാമ്പസിൽ ചെന്നു. ക്യാമ്പസിൽ ഗവർണർ ചെല്ലുന്നത് ഗവർണറായിട്ടുള്ള ചാൻസലറായിട്ടാണ്. ചാൻസലർക്കാണ് സർവകലാശാലകളെ സംബന്ധിച്ച് പരമാധികാരം എന്നുള്ളത് കഴിഞ്ഞ നവംബർ 30 വിധിയിലൂടെ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മനസ്സിലായി? അപ്പോൾ സ്വാഭാവികമായും തൻ്റെ അധികാര പരിധിയിലുള്ള ഒരു സ്ഥലത്തേക്ക് ഗവർണർ ചെല്ലുമ്പോൾ ഗവർണറെ അങ്ങോട്ട് കയറ്റില്ല എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയോട് സെക്രട്ടേറിയറ്റിൽ കയറരുത് എന്ന് ഒരു വിദ്യാർത്ഥി സംഘടന പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ഇരിക്കുന്നതാണ് RS ശശികുമാർ സാർ പറഞ്ഞത്. ആണ് അതിനകത്തെ പോയിന്റ്. അവിടെ ചെന്നിട്ട് എന്താ സംഭവിച്ചത്? അവിടെ ചെന്നിട്ട് ഗവർണറുടെ മുമ്പിൽ SFIക്കാരൻ ശരിക്കും തുണി പറിച്ച് ഓടുകയാണ് ചെയ്തത്. അതാണ് നമ്മളവിടെ കണ്ടത്. പിന്നെ SFI എന്ന് പറഞ്ഞ സംഘടന എന്താണ്, അതിൻ്റെ സ്വഭാവം എന്താണ്, അതിൻ്റെ യഥാർത്ഥ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒട്ടാകെ കണ്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി PM മാർഷോ എന്ന് പറഞ്ഞൊരുത്തനുണ്ട്. അവൻ ആരാണെന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്നതാണ്. 40-42 കേസാണ് അയാൾക്കെതിരെ ഉള്ളത്. അതുപോലെ തന്നെ വ്യാജരേഖ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അയാൾ കൊലക്കേസിൽ പ്രതിയായി ജാമ്യത്തിലാണ്. രണ്ടാമതിനോടൊരു ആൾ പറഞ്ഞവനെന്തോ 34 വയസ്സുണ്ടെന്നാണ് പറഞ്ഞത്. മനസ്സിലായി? അപ്പം പ്രായപരിധി വരെ കഴിഞ്ഞ ഈ PM മാർഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കഥാപാത്രം കേരളത്തിലെ ഉന്നതമായ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു ഗവർണറെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത് എന്നുള്ളത് നമ്മൾ കണ്ട്. തെമ്മാടി എന്നാണ് വിളിച്ചത്. തെമ്മാടി, പിന്നെ മൂരാച്ചി. അത് മൂരാച്ചി എന്ന് പറയുമ്പോൾ തെമ്മാടി എന്ന് പറയുമ്പോൾ ഗവർണറായിട്ടിരിക്കുന്ന ഒരാളെ എന്ന് മാത്രമല്ല, ഡോൺ സ്പിറ്റ് പാൻ ആൻഡ് പിന്നെ വേറെ എന്തോ ഒരു ഇതും കൂടി ഇൻ ദ ക്യാമ്പസ്, ഹാൻഡ്സ് ആൻഡ് പാൻ പരാഗ് ഇൻ ദ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
70 വയസ്സിന് മേളിലുള്ള ഗവർണറായിട്ടുള്ള ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ വന്ധ്യ വയോധികൻ ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ അടിച്ച് കിറുങ്ങിയിരുന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് SFIയുടെ ഈ ക്രിമിനൽ സംഘങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോൾ PM മാർഷോ എന്ന് പറഞ്ഞ ഇയാളുടെ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സേവ് കേരള ഫോറം DGPക്ക് കത്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. കാരണം ജാമ്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇയാൾ കേരളത്തിൻ്റെ ഉന്നതമായിട്ടുള്ള ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാളെ തെമ്മാടി എന്ന് വിളിക്കുന്നതും പോയി അവൻ്റെ കക്കൂസ് കഴുകിയിട്ട് വാ എന്നാണ് ഒരു SP-യോട് പറഞ്ഞത്. അപ്പം അതൊക്കെ പറഞ്ഞെങ്കിലും ഗവർണറെ ഒരു തരത്തിലും സമ്മർദ്ദത്തിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഗവർണർ ശരിക്കും SFIയുടെ ഈ ക്രിമിനലുകളെ ദേവർ ഷോൺ ദ പ്ലേസ് എന്ന് പറഞ്ഞ പോലെ അവന്മാരെ മൂലയ്ക്ക് ഇരുത്തുകയാണ് ഗവർണർ ചെയ്തത്. അതിനുശേഷം എന്താ ഗവർണർ ചെയ്തത്? അതിനുശേഷം ഗവർണർ എടുത്തിട്ടുള്ളൊരു നടപടിയുണ്ട്. ആ നടപടിയാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ ശരിക്കും വിവസ്ത്രനാക്കിയത്. ആ നടപടിയാണ്. അതെന്താണ്? കോഴിക്കോട് ആയിരക്കണക്കിന് ആളുകൾ കയറി ഇറങ്ങുന്ന ഏറ്റവും ജനസാന്ദ്രതയുള്ള മിഠായി തെരുവിലേക്ക് ഗവർണർ പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഏതാണ്ട് 3/4 മണിക്കൂറോളം ജനങ്ങളുടെ ജനനിബിഡമായിട്ടുള്ള ആ തെരുവിൽ ജനങ്ങളോടൊപ്പം അയാൾ ചെലവഴിക്കുകയാണ്. അതിൻ്റെ വിഷ്വൽസ് എല്ലാം നമ്മൾ കണ്ടതാണ്. എത്രയോ ഈ സ്നേഹസാന്ദ്രമായിട്ടാണ് അവിടുത്തെ ജനങ്ങൾ അയാളോട് ഇടപഴകുന്നത് എന്ന് നമ്മൾ കാണും. ഇതും പിണറായി വിജയനുള്ള ഏറ്റവും വലിയൊരു അടിയാണ്. കാരണം എന്താണ്? കേരളത്തിലെ സംഘിവൽക്കരണത്തിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇവന്മാർ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഗവർണർ മുസ്ലിം ഭൂരിപക്ഷം ഇടപെടുന്ന മിഠായി തെരുവിൽ നിൽക്കുമ്പോൾ അയാളുടെ ചുറ്റും വന്ന് അയാളോട് ഏറ്റവും സ്നേഹ ബഹുമാനങ്ങളോടുകൂടി പെരുമാറുന്നത് മുഴുവൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഇയാൾ കാവ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള CPMന്റെ പ്രചരണം തകർന്ന് അടിയുന്നതാണ് നമ്മളവിടെ കണ്ടത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ നവകേരള സദസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പണി അവസാനിപ്പിക്കുകയാണ് ശരിക്കും പിണറായി വിജയൻ ചെയ്യേണ്ടത്. കാരണം നൂറുകണക്കിന് ഈ പറഞ്ഞ പോലെ ഈ ഗൺമാന്മാരുടെയും ഈ ബ്ലാക്ക് കാറ്റുകളുടെയും ഇടയിൽ ജീവിക്കുന്ന 50-60 മുതൽ 100-100 ജില്ലാനം വരെ വണ്ടികളുടെ പുറകിൽ പോകുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആ പിണറായി വിജയന്റെ മസ്തകത്തിൽ ഒരു അടി കൊടുക്കുകയാണ് ഗവർണർ ചെയ്തത്. കാരണം എനിക്ക് ജനങ്ങളുടെ ഇടയിൽ പോകാൻ ഇതൊന്നും വേണ്ട, സെക്യൂരിറ്റി വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില നമ്മളത് കണ്ടതാണല്ലോ. അപ്പം നമ്മൾ ശരിക്കും ചോദിക്കേണ്ട ഒരു ചോദ്യം, കേരളത്തിൽ 7 വർഷമായി അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ, കേരളത്തിൽ ഏറ്റവും വലിയ പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന പിണറായി വിജയന് ഈ ഗവർണർ പോയതുപോലെ മിഠായി തെരുവിൽ ചെന്ന് ഇതുപോലെ ഇറങ്ങി നടക്കാൻ കഴിയുമോ? കഴിയില്ല. അപ്പം യഥാർത്ഥത്തിൽ ഗവർണറെ ഒരു രണ്ടടിയാണ് ശരിക്കും കൊടുത്തത്. SFI എന്ന് പറഞ്ഞ സംഘടന അത് വെറും ഒരു പഴന്തുണി സംഘടനയാണെന്നും മനസ്സിലായോ? അതിന് കേരളത്തിൽ യാതൊരു പ്രസക്തിയില്ലെന്നും അത് കേരളത്തിലുള്ള കുറെ കുട്ടി ക്രിമിനലുകളുടെ സംഘമാണ് എന്നും ഗവർണർ തെളിയിച്ചു. ഇപ്പം എന്നോട് ചില ആളുകൾ പറയുന്നത് അടുത്ത തവണ ഗവർണർ കണ്ണൂർ സർവകലാശാലയിലേക്ക് പോകണമെന്നാണ് എന്നോട് ചില ആളുകൾ പറയുന്നത്. അപ്പം അത് തെളിയിച്ചു. 2, പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവ് എത്ര അപ്രസക്തനാണ് കേരളത്തിൽ എന്നുകൂടി ഗവർണർ ഇന്ന് യഥാർത്ഥത്തിൽ തെളിയിച്ചിരിക്കുകയാണ്. ശരിക്കും ഗവർണർ ഒരു സൂപ്പർ സ്റ്റാറായി ഇപ്പം നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഗവർണർ എടുക്കുന്ന പല കാവ്യവൽക്കരണ ശ്രമങ്ങളെയൊക്കെ ഞാൻ ഉൾപ്പെടെ എതിർത്തിട്ടുള്ളതാണ്. പരസ്യമായി തന്നെ എതിർത്തിട്ടുള്ളത്, ഞാൻ വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും കേരളത്തിലെ ഈ CPM എന്ന് പറഞ്ഞ ഇതിൻ്റെ ഒരു ഇൻഫാലിബിലിറ്റി ഉണ്ടല്ലോ, ഒരു അപ്രമാദിത്വം, അതിനെ തകർത്തെറിയുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ചെയ്തത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ സാറ് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഇതൊരു ചരിത്രപരമായ മുഹൂർത്തമാണ്. ഇന്ന് ഗവർണർ ചെന്ന് കോഴിക്കോട് മിഠായി തെരുവിൽ ഇറങ്ങുകയും അവിടെ നിന്നുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കടയിൽ കയറുകയും അവിടെ നിന്ന് ഹൽവ കഴിക്കുകയും അവരത് വളരെ ആഹ്ലാദത്തോടും സന്തോഷത്തോടും എടുക്കുകയും ചെയ്തു. കാരണം ഇതിൻ്റെ പിന്നിൽ ചരിത്രപരമായ നിയോഗം എന്ന് പറയുന്നത് CPMന്റെ കാലാകാലങ്ങളായുള്ള ചരിത്രം പരിശോധിച്ചാൽ CPMനെ ആരൊക്കെ എതിർത്തിട്ടുണ്ടോ അല്ലെങ്കിൽ CPM ഒരു വിമത സ്വരം ഉയർത്തിയിട്ടുണ്ടോ നമുക്കറിയാം. ഇപ്പോൾ KR ഗൗരിയമ്മയുടെ കാര്യത്തിൽ, MV രാഘവൻ്റെ കാര്യത്തിൽ ഈ പറയുന്ന നേതാക്കന്മാരൊന്നും ഇറങ്ങാതിരിക്കുകയും ഇതുപോലെയുള്ള പോഷക സംഘടനകൾ ഉപയോഗിച്ച് അതിനിശ്ചിതമായ ആക്രമണം നടത്തുകയും ഏറ്റവും ഒടുവിൽ പോലും ചില നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്ന ചില ആളുകൾ, ഇപ്പോൾ സ്മൃതി പരുത്തിക്കാട് പോലെയുള്ള, സിദ്ധാർത്ഥ പരുത്തിക്കാടിൻ്റെ മകളാണ്, അപ്പം അതുപോലെയുള്ള ആളുകളോട്, ഒരു പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരോട് പോലും ഒരു മയവുമില്ലാതെ വളരെ വൃത്തികെട്ട രീതിയിൽ പെരുമാറുക, അങ്ങനെ സാറ് പറഞ്ഞ പോലെ തന്നെ അവരെ സമ്മർദ്ദത്തിലാഴ്ത്തുക. പക്ഷെ ഇതിന് വഴിപ്പെടേണ്ടി വന്നിട്ടുണ്ട് മഹാഭൂരിപക്ഷം പേരും, അല്ലെങ്കിൽ ഒന്ന് ഒതുങ്ങിക്കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒതുങ്ങിക്കൊടുക്കാതെ എല്ലാ തരത്തിലുമുള്ള ഒരു പ്രവർത്തനം, അതായത് ഗവർണർ എന്നുള്ളതിനൊക്കെ നടത്തുമ്പോൾ
ജനങ്ങൾ കൈയടിക്കുന്നത് ഇത്തരത്തിലൊരു വലിയ, കാരണം ഇപ്പം നമുക്കറിയാം സാധാരണക്കാരായ നിരവധി കച്ചവടക്കാരുണ്ട്, അവർക്ക് CPM പ്രതികരിക്കാൻ കഴിയില്ല, കാരണം പ്രതികരിച്ചാൽ പിന്നെ കച്ചവടം നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കെല്ലാം എതിരെയുള്ള വലിയൊരു ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാണ്, അല്ലെങ്കിൽ ചരിത്രപരമായ മുഹൂർത്തമാണ് ഗവർണറുടെ ഈ സമരം എന്നല്ലേ മനസ്സിലാവും? അല്ല, ഇതിനകത്ത് നമ്മൾ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് അറിയോ, ഗവർണറുടെ ഈ ഒരു പിന്നെ പോരാട്ടത്തിൻ്റെ ഒരു പ്രാധാന്യം ശരിക്കും CPM മാത്രമല്ല, ശരിക്കും കോൺഗ്രസും ശരിക്കും BJPയും ഇവർക്ക് 3 പേർക്കുമുള്ള ഒരു പാഠമാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം നമുക്ക് CPMൻ്റെ കാര്യം എടുക്കാം. CPM ആകട്ടെ, DYFI ആവട്ടെ, SFI ആവട്ടെ, ഈ സംഘടനകളെല്ലാം തന്നെ ഇവിടെ കാലാകാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു കേരളത്തിലെ ജനം. കാരണം ആ പ്രവർത്തനങ്ങളിൽ പിന്നെ ശക്തമായൊരു പ്രതിരോധം ഉയർത്താൻ ഇവിടുത്തെ കോൺഗ്രസിനോ BJPക്കോ കഴിയുന്നില്ല. ഞാൻ വിശദമായിട്ട് അതിലേക്ക് വരാം. ഇപ്പോൾ കോൺഗ്രസ് തന്നെ അടികൊള്ളുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പണി, അടി വാങ്ങുക. അതല്ല എങ്കിൽ തങ്ങളുടെ പ്രവർത്തകരെ ഇതുപോലെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലുമ്പോഴത്തേക്ക് ഈ കോൺഗ്രസ്സുകാരൻ അവൻ എവിടെയാണ് ആലോചിച്ച് നോക്കുക. അത് നമ്മൾ കുറച്ച് ചർച്ചയാണ്, ഞാനതിലേക്ക് പോകുന്നില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം CPM കാണിക്കുന്ന വൃത്തികേടുകൾ, DYFIക്കാരൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾ, SFI ക്യാമ്പസുകളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾ, ഇതെല്ലാത്തിലും പൊറുതിമുട്ടി നിൽക്കുന്ന ജനം, ഇതിനെയെല്ലാം എതിർക്കണമെന്ന് ജനം ആഗ്രഹിക്കുന്നവർ വെറും ഈ പറഞ്ഞതുപോലെ പുഷ്ടം താങ്ങികളായി അധപ്പതിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിലാണ് ഗവർണറുടെ ഈ പോരാട്ടത്തിന് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഗവർണറുടെ ഈ ശ്രമത്തെ ജനം 2 കൈ നീട്ടിയിട്ട് സ്വീകരിക്കുന്നു. ഇപ്പം ഞാൻ തന്നെ ഈ കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ ഗവർണറുമായി ചെയ്തിട്ടുള്ള 3-4 ഓഡിയോകളുണ്ട്. അതായത് ഞാൻ വിഷ്വലായി വരിക പോലും ചെയ്തിട്ടില്ല, ഓഡിയോകളാണ്. ആ ഓഡിയോകൾ 2 ലക്ഷം 3 ലക്ഷം ആളാണ് കാണുന്നത്. ഓഡിയോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ശബ്ദം മാത്രമേ ഉള്ളൂ. അതുപോലും എത്ര ആളുകൾ കാണുകയാണ് എന്ന് പറയുമ്പോൾ അത്രയേറെ ജനങ്ങൾ ഗവർണറുടെ ഈ പ്രവർത്തനത്തെ നെഞ്ചേറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വശം. കാരണം ഇവന്മാരുടെ ഈ ചെറ്റത്തരങ്ങളെ, ഈ വൃത്തികേടുകളെ എതിർക്കാൻ ഒരാൾ വന്നിരിക്കുന്നു എന്നൊരു തോന്നൽ, ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, ഇത് കോൺഗ്രസിനും BJPക്കും ഇതൊരു പാടാണ്. ഇപ്പം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴാണ് കുറച്ചൊക്കെ ഒന്ന് അനങ്ങിയത്. ഇന്നലെ വരെ അടിമേടികളായിരുന്നു പ്രധാനപ്പെട്ട ജോലി. ശരിക്കും ആരിഫ് മുഹമ്മദ് ഖാൻ VD സതീശന് ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ 70 വയസ്സിന് മുകളിലുള്ളൊരു മനുഷ്യനാണ്. VD സതീശൻ 58 വയസ്സ് മാത്രമുള്ളൊരു മനുഷ്യനാണ്. ശരിക്കും ആരിഫ് മുഹമ്മദ് ഖാൻ BJP ആണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ വേറെ സപ്പോർട്ടും കാര്യങ്ങളും പാർട്ടിയും ബൂത്തും ഒന്നും ഇല്ലല്ലോ. VD സതീശൻ അതല്ലല്ലോ. കേരളത്തിൽ എങ്ങനെ പറഞ്ഞാലും 50% സ്ഥലങ്ങളിലെങ്കിലും പിന്നെ സാന്നിധ്യമുള്ള ഒരു പാർട്ടിയുടെ ഊർജ്ജസ്വലനായ 58 വയസ്സുകാരനായിട്ടുള്ള ഒരു പിന്നെ പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ. ആ VD സതീശനും ഈ പിന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഈ പോരാട്ടം ഒരു പാഠമായിരിക്കണം. രണ്ടാമത്തെ കാര്യം തീർന്നില്ല. BJP എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട് ഇവിടെ. 9 വർഷമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇവിടെ. ആ പാർട്ടിയുടെ വർഗപരമായി തന്നെ ഏറ്റവും വലിയ ശത്രുവാണ് CPM-കാരൻ ആണല്ലോ. ആ പാർട്ടിക്ക് ഒരു സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ, അയാളുടെ പേര് K. സുരേന്ദ്രൻ. ഏത് മാളത്തിനാണ് അയാളുള്ളത്? അയാളെ എവിടെയെങ്കിലും കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഞാൻ നോക്കിയിട്ട് അയാൾ ഒരിടത്തും കാണുന്നില്ല. ഇത് നവകേരള സദസ്സ് പിന്നെ മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച് 104 മണ്ഡലങ്ങൾ കടന്ന് എത്തിയിട്ടും എവിടെ പോയി ഇവന്മാരുടെ പ്രതിഷേധം? ഞാനതൊരു TV ചാനലും ചോദിച്ചാണ്. ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ RSS ശാഖകളുള്ളത് കേരളത്തിലാണ് ആണല്ലോ. എന്തിനും പോകുന്നവരാണെന്നാണല്ലോ, കൊല്ലിനും കൊലയ്ക്കും പോലും മടിയില്ലാത്തവരാണെന്നാണല്ലോ RSSകാരെ കുറിച്ചിട്ട് പറയുന്നത്. കുറുവടിയൊക്കെ ആയിട്ട് ഇറങ്ങുന്നവർ, കാക്കി നിക്കറൊക്കെ ഇട്ട്. എവിടെ പോയി എൻ്റെ കാക്കി നിക്കർ RSSൻ്റെ? എവിടെ പോയി RSSൻ്റെ കുറുവടി? ഇവിടെ പിണറായി വിജയനെ എങ്ങനെയെങ്കിലും നിലനിർത്താൻ വേണ്ടിയിട്ട് പാടുപെട്ടുകൊണ്ടിരിക്കുകയല്ലേ ഇവിടുത്തെ RSSകാരനും BJP-കാരനും. ആ BJP-കാരനും ആ സുരേന്ദ്രനും ശരിക്കും ഗവർണർ മുഖമടച്ചൊരു അടി കൊടുത്തിരിക്കുകയാണ്. സുരേന്ദ്ര, ഇതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് സമരം ചെയ്യേണ്ടത് എന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ ഒരു സൂപ്പർ താരം ഗവർണറാണ്. ആ ഗവർണർ CPM-നും കോൺഗ്രസിനും BJP-ക്കും മുഖമടച്ചിട്ടുള്ള അടിയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് പറയുമ്പോഴും അയാളുടെ പല പ്രവർത്തനങ്ങളെ എതിർക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞ പരസ്യമായി ഞാൻ വീഡിയോ ചെയ്തു. പക്ഷേ ഇപ്പം ഗവർണർ കാണിച്ചിട്ടുള്ള ഈ സാധനമുണ്ടല്ലോ, അതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ സംഖ്യയാണ്, മറ്റേ കാവ്യാണെന്നൊക്കെ ആണല്ലോ. അതാണ് അയാൾ ഇന്ന് പൊളിച്ചു കൊടുത്തത്.
അവിടെ ചെന്നപ്പോഴത്തേക്ക് അയാളുടെ ചുറ്റും കൂടിയത് മുഴുവൻ മുസ്ലിം സമുദായത്തിലുള്ളവരാണ്. ഞാനിന്ന് മനസ്സിലാക്കിയിടത്തോളം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് അത്യാവശ്യം നല്ല സമ്പന്നരായിട്ടുള്ള 1-2 മുസ്ലിങ്ങൾ രാവിലെ വന്നപ്പോൾ പറഞ്ഞെന്താണെന്നറിയാമോ? ഈ SFI-കാരൻ്റെ ഒന്നും ഒരു പടിയും അരിമുഖക്കാരുടെ അടുത്തേക്കില്ല. അപ്പോൾ ചോദിച്ചാൽ എന്താ കാര്യം? അയാൾ സുപ്രീം കോടതിയിൽ തന്നെ വലിയ ഉയർന്ന വക്കീലായിരുന്നു, അതുകൊണ്ട് അയാളുടെ അടുത്ത് ഈ പണിയൊന്നും കേൾക്കില്ലെന്നാണ് സമ്പന്നരായിട്ടുള്ള മുസ്ലിങ്ങൾ വരെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ അർത്ഥത്തിൽ CPM-ന്റെ ഈ പ്രചരണം ജനങ്ങൾ കീറക്കടലാസിന്റെ വില പോലും അതിന് കൊടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് കേരളത്തിൽ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാനൊരു വീഡിയോ എപ്പോഴും പറഞ്ഞു, നീ അലിഗഡ് സർവ ഇപ്പം ഇവർ ഈ ഗവർണർക്കെതിരെ കൊടുക്കുന്ന ഏറ്റവും വലിയ ഡിഫൻസ് എന്താണെന്ന് വെച്ചാൽ അത് CPM-ഉം ഇപ്പം റിപ്പോർട്ടർ ചാനലിൻ്റെ മീറ്റ് ദ ഡീറ്റെയിൽസും അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന ചാനലുകളുമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഗവർണർ ഇങ്ങനെ പെരുമാറാമോ എന്നുള്ളതാണ്. ഈ ഗവർണർ ഇങ്ങനെ പെരുമാറാമോ എന്നുള്ളത്, അല്ലെങ്കിൽ ഗവർണർ കുറെ കൂടി താഴേക്ക് ഇറങ്ങാമോ എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ എൻ്റെ ചോദ്യം അവിടെയാണ്. ചോദ്യം, SFI പോലെയുള്ള ഒരു സംഘടന അല്ലെങ്കിൽ DYFI പോലെയുള്ള സംഘടനകൾക്ക് ഈ കേരളത്തിൽ ആരുടെയും തന്തക്ക് വിളിക്കാം, അല്ലെങ്കിൽ ആരെക്കുറിച്ചും എന്തും പറയാം. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരാണെങ്കിൽ അവർ കുറേ മര്യാദയോട് നിന്നുകൊള്ളണം എന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? കാരണം ഞാൻ ചോദിക്കാൻ കാര്യം ഷാജഹാൻ സാറോട്, ഒരു തിരുവനന്തപുരത്ത് ഒരു സ്കൂളിലേക്ക് ഗവർണർ വരുമ്പോൾ അന്ന് SFI, ഇപ്പം എല്ലാവരും മറന്നുപോയി, പക്ഷെ അന്ന് SFI എഴുതി വെച്ചിരുന്ന കാരണം കേരളം ഗവർണറുടെ തന്തയുടെ വകയല്ല എന്നാണ്. അപ്പോൾ ഇത് ഗവർണറെ നമുക്ക്, അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവനെ നമുക്ക് എന്തും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വളരെ ഡീസൻ്റായി മര്യാദയോട് പെരുമാറണം എന്ന് പറയുന്ന ഒരു പുറന്തോടു കൂടി പൊട്ടിച്ചതല്ലേ ശരിക്കും ഇവർ ഇത്രത്തോളം അരിശം കൊള്ളിക്കുന്നത്? അല്ല, അതായത് നിങ്ങൾ ഈ പറഞ്ഞ പ്രതീക്ഷ പറഞ്ഞൊരു പോയിന്റ്, ഒരു മാസങ്ങൾക്ക് മുമ്പ് ആയുർവേദ കോളേജിൻ്റെ അവിടെയാണ് ഇത് എഴുതി. അത് ഞാനൊക്കെ ഒന്ന് ഇടപെട്ട് അത് ബന്ധപ്പെട്ട് അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് ഈ അരുൺകുമാർ എന്നൊക്കെ പറഞ്ഞവൻ നടത്തുന്നത് ഒരു സൈസ് മോങ്ങലാണ്. ഈ പട്ടികൾ മോങ്ങുന്ന പോലത്തെ മോങ്ങലാണ് അവനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, എന്താണ് വണ്ടിപ്പെരിയാറിലെ പ്രതിയെ വിളിച്ചിരുത്തി. ഞാൻ ചോദിക്കുന്നത്, ഇവനെയൊക്കെ എങ്ങനെയാണ് മാധ്യമപ്രവർത്തകനൊക്കെ, ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത് എത്തിയിട്ട്, ഇവനെയൊക്കെ എങ്ങനെയാണ് നമ്മളൊരു മാധ്യമ പ്രവർത്തകനായിട്ട് കാണാൻ കഴിയും? ഇത് വെറും കൂട്ടിക്കൊടുപ്പല്ലേ ഇത് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവൻ ജോലി ചെയ്യുന്ന ചാനൽ എന്ന് പറഞ്ഞാൽ ഏതാ? അവൻ ജോലി ചെയ്യുന്ന ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മറ്റേ വനം കൊള്ള നടത്തിയവന്മാരുടെ ഇപ്പോൾ 7 കോടി രൂപ മറ്റോ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞവനാണ് അവൻ്റെ ചാനലിൽ ഇരിക്കുന്നത്. ഈ ചാനലിൽ അവൻ ജോലി ചെയ്യുമ്പോഴത്തേക്ക് അതിന് മുമ്പത്തെ ചാനലിൽ ഇരുന്നുകൊണ്ട് ഈ വനം കൊള്ളയെ അതിഭീകരമായിട്ട് എതിർത്ത ഒരു, ഞാൻ പറഞ്ഞ ഈ നമ്മുടെ മാധ്യമ പ്രവർത്തനം ഉണ്ടല്ലോ രതീഷേ, നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത നിലയിൽ കൂട്ടിക്കൊടുപ്പുകാരുടെ ഒരു സങ്കേതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അരുൺകുമാർ എന്ന് പറഞ്ഞ ഇയാളുണ്ടല്ലോ, ഇയാൾക്ക് 1/4 പൈസയുടെ വിവരമില്ല എന്നുള്ളതാണ്. 1/4 പൈസയുടെ വിവരം. ഞാൻ അയാളുടെ അറിവിലേക്കായിട്ട് ഞാനൊരു കാര്യം പറയാം. പിന്നെ 2017-ലോ 18-ലോ മറ്റോ ഹൈക്കോടതിയിൽ ഒരു വിധി വന്നു. ആ വിധി PB സുരേഷ് കുമാർ എന്ന് പറഞ്ഞിട്ടൊരു ജഡ്ജാണ് വിധി പ്രഖ്യാപിച്ചത്. അത് കുറേ പ്രൈവറ്റ് മാനേജ്മെൻറ്റുകാർ അവരുടെ ക്യാമ്പസിൽ നടക്കുന്ന സമരങ്ങൾ അവരുടെ പ്രവർത്തനത്തെ വല്ലാതെ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ചെന്ന ഒരു ബാച്ച് ഓഫ് പെറ്റീഷൻസിൽ സുരേഷ് കുമാർ എൻ്റെ ഒരു വിധിയുണ്ട്. ആ വിധിയിൽ പറയുന്നത് എന്താണെന്നറിയോ? ആ വിധിയിൽ പറയുന്നത് ക്യാമ്പസിനകത്ത് നിയമവിരുദ്ധമായി സമരങ്ങൾ നടക്കുകയും ശാന്തമായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പിള്ളേരുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന നിലയിൽ സമരം നടത്തുകയും കഴിഞ്ഞാൽ അതെല്ലാം നിരോധിച്ചേക്കണം അതിനകത്ത് പറയുന്നത്. മനസ്സിലായോ? അത് പറയുമ്പോൾ അവർ കൃത്യമായിട്ട് അയാൾ പറയുന്നുണ്ട്, കുട്ടികൾക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്, അത് അവർക്ക് പ്രകടിപ്പിക്കാം. പക്ഷെ അത് പ്രകടിപ്പിക്കുന്നതിന് പകരം വൃത്തികെട്ട രീതിയിൽ നിയമവിരുദ്ധമായി നടത്തിക്കഴിഞ്ഞാൽ അത് അപ്പോഴേ ബാൻ ചെയ്തേക്കണം. അങ്ങനെയുള്ള പിള്ളേർ വിൽ ഹാവ് ടു ബി എക്സ്പെൽഡ്/റെസ്റ്റിക്കേറ്റഡ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരെ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ എക്സ്പെൽ ചെയ്യുകയോ ചെയ്യണമെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ പോയി. CN രാമേന്ദ്രൻ നായരും വിനോദ് ചന്ദ്രനും കൂടി ഇരിക്കുന്ന ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ചും ആ വിധി സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വിധി പ്രകാരം ഈ PM മാർഷോ എന്ന് പറഞ്ഞവന് ഇതുപോലുള്ള ക്രിമിനലുകളും ഒക്കെ അവിടെ നടത്തിയിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും കോടതിയലക്ഷ്യമാണ്. കോടതിയലക്ഷ്യമായ സാഹചര്യത്തിൽ അവനെതിരെ ഒക്കെ നടപടി വരികയാണ് വേണ്ടത്. മനസ്സിലായോ? അതൊന്നും ഇവനൊന്നും ഒരു വിവരവും ഇതിനെക്കുറിച്ചിട്ടില്ല. എന്തോ വലിയ വിവരമുള്ള ആളാണെന്നാണ് തലയൊക്കെ മൊട്ടയടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അവന് വിവരം അവൻ്റെ അടുത്തൂടെ പോയിട്ടില്ല. അപ്പം അവൻ്റെയൊക്കെ വലിയ പ്രശ്നം എന്താണ്? അവൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊക്കെ പഴയ SFI-കാരനൊക്കെ ആണ്. മനസ്സിലായി? അപ്പം ഈ SFI എന്ന് പറഞ്ഞ പാർട്ടിയുടെ തൊലി മുഴുവൻ ഉരിഞ്ഞു പോകുന്നത്
SFI എന്ന് പറഞ്ഞ പാർട്ടിയുടെ പപ്പും കൂടെയും കളഞ്ഞ് വറുത്ത് റോസ്റ്റ് ചെയ്ത് ആരും മുമ്പിൽ ഒരു പ്ലേറ്റിൽ ഇപ്പോൾ വെച്ചിരിക്കുക. ഈ PM മാർഷോ എന്ന് പറഞ്ഞവനൊക്കെ ഉണ്ടല്ലോ, അവനെയൊക്കെ വറുത്ത് വെച്ചു ഗവർണർ, തന്തൂരിയാക്കി. അപ്പൊ അതിന്റെ ഒരു മോങ്ങല്, ഈ പട്ടിയൊക്കെ, ഈ ചവാലി പട്ടികളൊക്കെ അടി കൊണ്ട് കഴിയുമ്പോഴത്തേക്കും മോങ്ങല് കിടന്നുണ്ട്. നമ്മൾ ഈ രാത്രിയൊക്കെ ചിലപ്പോൾ കിടക്കുമ്പോൾ കേൾക്കല്, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ രാത്രി കിടന്നപ്പോഴത്തേക്കും ഈ മോങ്ങല് കുറേ നേരം. അതുപോലെ മോങ്ങുന്നവന്മാരാണ് ഈ എന്താണ് അവന്റെ പേര്, അരുൺകുമാർ. അവനെ മൊട്ടത്തലേന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ബോഡി ഷേമിങ് ആയി പോകും, അത് വിളിക്കാൻ പാടില്ല. പക്ഷെ അവനെ കാണുമ്പോൾ നമുക്കൊരു തോന്നൽ വരുമല്ലോ, അതാണ് അവനൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ വണ്ടിപ്പെരിയാറിൽ ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? എനിക്കൊക്കെ അവന്റെ മോന്തക്കുറ്റി കിട്ടി ചവിട്ടാനാണ് എനിക്കൊക്കെ തോന്നുന്നത്, കാലുപൊക്കി. 6 വയസ്സുള്ള ആ പെൺകുട്ടിയെ 3 വയസ്സ് മുതൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു നരാധമനെ അവന്റെ ചാനലിൽ കയറ്റി ഇരിക്കുമ്പം ആ നരാധമനല്ല, ഇവന്റെ നാവിക്കിട്ട് നോക്കിയല്ലേ സത്യം പറഞ്ഞ ചവിട്ടേണ്ടത്. അവൻ തലയ്ക്ക് വെളിയുള്ളവൻ. അവൻ ആ ജഡ്ജ്മെന്റ് വായിച്ചിട്ടുണ്ടോ? ഞാൻ ആ ജഡ്ജ്മെന്റ് വായിച്ചവനാണ്. ആ ജഡ്ജ്മെന്റിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് അട്ടിമറിച്ചത് എന്ന്. മാത്രമല്ല, ആ നരാധമൻ തന്നെ വിശദീകരിച്ചു കൊടുത്തെന്ന് പറഞ്ഞ പോലീസിന് ഞാൻ എങ്ങനെയാണ് ഈ കുട്ടിയെ കൊന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? എൻ്റെ കയ്യിലിരുന്ന് പെടഞ്ഞു എന്നാണ് അവൻ പോലീസോട് പറഞ്ഞത്. അങ്ങനെയുള്ളവനെ രക്ഷപ്പെടുത്തപ്പെട്ട കേസിൽ അവനെ സ്റ്റുഡിയോ ഫ്ലോറിൽ എടുത്ത് ഇരുത്തുന്നവനെ, അവൻ ഏതവനായാലും അവൻ്റെ കരണക്കുറ്റി നോക്കി ഒരു 15 അടിയെങ്കിലും തുടർച്ചയായിട്ട് അടിക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായി? അവനൊക്കെ ഇവിടെ ഈ SFIക്കാരനെ റോസ്റ്റ് ചെയ്ത് മേശപ്പുറത്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് കിടന്നിങ്ങനെ മോങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ 2-3 ദിവസമായി നടന്ന സംഭവങ്ങളിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് അവർക്ക് കൃത്യമായി ബോധ്യമായിട്ടുണ്ട്. അവർക്ക് ഈ PM മാർഷോ എന്ന് പറഞ്ഞവനെയൊക്കെ നല്ലപോലെ ജനം കണ്ടിട്ടുണ്ട്. അവനെ ഗവർണർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഗവർണറോട് വളരെ വിനയപൂർവ്വം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഗവർണർ അടുത്ത ട്രിപ്പ് നടത്തേണ്ടത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്കായിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സാറ് പറഞ്ഞ ഈ വിഷയത്തിൽ ഇപ്പോൾ 6 വയസ്സുള്ള പെൺകുട്ടി കൊല്ലപ്പെട്ട കേസിൽ, അതായത് പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട കേസിൽ നമുക്കറിയാം കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന വലിയ കാര്യങ്ങളാണ് ലയങ്ങൾ എന്ന് പറയുന്നത്. അതായത് സാധാരണ ഇപ്പോൾ ഒരു എറണാകുളത്തോ തിരുവനന്തപുരത്തൊക്കെ ജീവിക്കുന്നവന് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരിതമായിട്ടുള്ള കാര്യങ്ങളിലാണ്. സാറിന് എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഇപ്പോൾ പെട്ടിമൂടി ദുരന്തം നമുക്ക് ഓർമ്മയുണ്ട്. അതായത് മണ്ണ് മുകളിലേക്ക് വന്ന് മരിച്ചു പോവാണ് ചെയ്തത്. എൻ്റെ ചോദ്യം, ഇങ്ങനെയുള്ള കുട്ടികൾ മരണപ്പെടുമ്പോൾ, ഇപ്പോൾ വാളയാറിലാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള നമ്മുടെ സിസ്റ്റം എവിടെയാണ്? കാരണം ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടിട്ട് അവിടെ തെളിവെടുക്കാൻ ചെന്നേക്കുന്നത് പിറ്റേ ദിവസമാണ്. എന്നിട്ട് പോലീസ് പറയുന്നത് ഞങ്ങൾ അപ്പീൽ പോകുമെന്നാണ്. ഇത് ശരിക്കും കളിയാക്കലാണ്. കാരണം അപ്പീൽ പോകാൻ വേണ്ട തെളിവുകളോ അല്ലെങ്കിൽ ഒന്നും ഇവർ ശേഖരിച്ചിട്ടില്ല. കാരണം എന്ത്? അവരുടെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട്. അപ്പോഴാണ് സാറ് പറയുന്ന പോലെ ഇത് അങ്ങനെ ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഇമ്മീഡിയറ്റായി സസ്പെൻഡ് ചെയ്യണം. കാരണം ഒരു കാര്യം ഉറപ്പാണല്ലോ, കാരണം പീഡനം നടന്നിട്ടൊന്നും ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടൊന്നും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ടെത്തിയിട്ടുള്ളപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥന് നടപടിയെടുക്കണം അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കണമെന്ന് പോലും പറയാതെ ഇതേപോലെയുള്ള വേളാങ്കിത്തരങ്ങൾ സാറ് പറഞ്ഞ പോലെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തെ പ്രശ്നം എന്നറിയോ രതീഷേ? അതായത് ഈ പോലീസുകാരെ നടപടി എടുക്കുകയല്ല വേണ്ടത്. ഇപ്പം ഞങ്ങൾ സേവ് കേരള ഫോറം ഈ പോലീസുകാരനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനോട് ഇത് കൊടുക്കാൻ പോകണം. CRPC 197 പ്രകാരം. മനസ്സിലായത്? അവനെതിരെ നിയമ നടപടി ഞങ്ങൾ സ്വീകരിക്കാൻ പോവാം. നമ്മളിവിടെ കാണണ്ടെന്ന് പറയും, നമ്മുടെ സമൂഹം കേരള മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വർത്തമാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേരള മോഡലത്തിൻ്റെ, ഈ കേരള മാതൃകയുടെ അരികുകളിൽ ജീവിക്കുന്നവരാണ് ആദിവാസികളും മത്സ്യത്തൊഴിലാളികളും. അവരെക്കുറിച്ച് ഞാനൊക്കെ 30 വർഷം മുമ്പ് സെൻറ്റർ ഫോർ അർബൻ സ്റ്റഡീസ് പഠിക്കുമ്പോഴത്തേക്കും വന്ന ലേഖനം എന്താണെന്നറിയോ? ഔട്ട്ലയേഴ്സ് ഓഫ് ദ കേരള മോഡൽ എന്നാണ്. മനസ്സിലായില്ലേ? അവർ നമ്മുടെ മുഖ്യധാരയിൽ ഇല്ല. മനസ്സിലായോ? അവരുടെ ജീവിത ദൈർഘ്യം, അവരെത്ര ആൾ ജീവിക്കുന്നു, അവരുടെ ഇടയിലുള്ള ശിശുമരണ നിരക്ക്, അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പൊതുമണ്ഡലത്തിലുള്ളതിനേക്കാളൊക്കെ വളരെ മോശമാണ് അവരുടെ അവസ്ഥ. അതായത് അവർ നമ്മുടെ സമൂഹത്തിൻ്റെ 10% വരും, 35 ലക്ഷം പേര് വരും. അതിലേതാണ്ട് 1,50,000-ഓളം പേര് പട്ടിക വർഗ്ഗക്കാരാണ്, ബാക്കിയുള്ളത് പട്ടികജാതിക്കാർ. ഇവരെ സമൂഹത്തിൽ നമ്മുടെ സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഇപ്പം എത്ര വർഷമായി? 2023 ഇപ്പോഴും എന്താണ് അവരുടെ അവസ്ഥ? അവർക്ക് ഭൂമിയുണ്ടോ? അതെ. അവർക്ക് ജീവിക്കാൻ സ്ഥലമുണ്ടോ? അവരിപ്പോഴും അവരുടെ വീടുകളിൽ കക്കൂസിലൊക്കെ അല്ലെങ്കിൽ വേറെ മുറികളിൽ കുഴിയുണ്ടാക്കി സ്വന്തം ബന്ധുക്കളെ ആ കുഴിയിൽ അടക്കിയിട്ട് ആ വീട്ടിൽ അവർ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ കഴിഞ്ഞ പഞ്ചവത്സര പദ്ധതി കാലത്ത് 15,000 കോടി രൂപയാണ് പട്ടിക വർഗ്ഗക്കാരെ കൊണ്ട് ചെലവഴിച്ചത്.
പട്ടികജാതിക്കാർക്ക് വേണ്ടി ചെലവഴിച്ചു. പട്ടിക വർഗ്ഗക്കാർക്ക് വേണ്ടി ഏതാണ്ട് ഒരു 4000-5000 കോടി രൂപ ചെലവഴിച്ചു. എന്നിട്ട് അവരുടെ അവസ്ഥ എന്തായിരുന്നു? അവരെല്ലായിടത്തും അവർ പിന്നെ അവഗണിക്കപ്പെട്ട് കിടക്കില്ല. ഇപ്പൊ എം കുഞ്ഞാമൻ പട്ടിക വർഗത്തിൽ നിന്ന് MA ഫസ്റ്റ് റാങ്ക് മേടിച്ച ആളാണ്. അയാളെ അവഗണിക്കുന്നതിൽ മത്സരിക്കില്ലായിരുന്നു ഇവിടുത്തെ CPM-ഉം ഇതുപോലത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഇല്ല. മനസ്സിലായി? അപ്പൊ ഇത് നമ്മുടെ മൊത്തം സമൂഹത്തിന്റെ ഒരവസ്ഥയാണ്. വാളയാറിൽ 9-11 വയസ്സുള്ള 2 പെൺകുട്ടികളെ എത്രയോ ദിവസത്തിനുള്ളിൽ പിന്നെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കി. കഴുക്കോലിലാണ് കെട്ടിത്തൂക്കിയത്. കഴുക്കോലിലും കെട്ടിത്തൂക്കാനേ പറ്റില്ല. നമ്മൾ കഴുക്കോലിൽ കെട്ടിത്തൂക്കി കഴിഞ്ഞാൽ ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്ന പറയുന്നത്. എവിടെ പോയി അതിനകത്തും പിന്നെ CPM-കാർ പ്രതികളായിരുന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇവിടെ ഇവൻ DYFI-കാരനാണ്. അവിടുത്തെ പോലീസ് സ്റ്റേഷന്റെ നേരെ താഴെയാണ് വണ്ടിപ്പെരിയാറിലെ പിന്നെ CPM-ന്റെ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസ്. ഈ കേസ് മെറ്റിക്കുലസ് ആയിട്ട് അട്ടിമറിച്ചിരിക്കുകയാണ്. ഈ കേസൊന്നും ഇനി ലോകത്തൊരുത്തനും അന്വേഷിച്ചാലും ഇതിനകത്ത് തെളിവ് കിട്ടില്ല. അതിനകത്ത് ആ ജഡ്ജി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്റെ പിന്നെ അനാസ്ഥ, അവന്റെ താല്പര്യമില്ലായ്മ. ഫോറൻസിക് പരിശോധന ഇതിനകത്ത് നടത്തിയിട്ടില്ല. ഇതിനകത്ത് പല മെറ്റീരിയൽ ഒബ്ജക്ട്സും സീൽ ചെയ്തിട്ടില്ല. മനസ്സിലായോ? ഈ സെമൻ ഇതുപോലുള്ള സാധനങ്ങൾ പിന്നെ ശേഖരിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഇത് അപ്പീൽ പോകുന്നു പറഞ്ഞതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ലോകത്തെ ഏത് ഇന്റർപോൾ എന്ന് അന്വേഷിച്ചാൽ പോലും ഇതിന് തെളിയാൻ പോകും. അല്ല, ഇത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മരണം നടന്ന് പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ വരെ ചെല്ലാനുള്ള സമയം കിട്ടിയത്. 1.5 ദിവസം കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. പിന്നെ ഇവരൊക്കെ എങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥനായി തുടരുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ജഡ്ജ് 10 പോയിന്റുകൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഡിഫെക്ട്സ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായിരുന്നു. വളരെ ക്ലിയർ ആണ്. മനസ്സിലായി? എന്നിട്ട് ഓരോരുത്തന്മാർ വന്നിട്ട് ഞാൻ ചോദിക്കുന്നത്, ഇവനൊക്കെ തലയ്ക്ക് വെളി കൊണ്ടുവന്ന് ഞാൻ ചോദിക്കുന്നത്, CBI അന്വേഷണം എന്ത് ചെയ്യാനാണ്? കോടതി നിരീക്ഷണത്തിൽ CBI അന്വേഷണം, കോടതി നിരീക്ഷണത്തിൽ CBI അന്വേഷണം എന്ത് ചെയ്യാനാണ്? ഒരു തെളിവില്ലാതെ കേസ് നശിപ്പിക്കുമ്പോൾ. അപ്പം യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? DYFI-കാരനായതുകൊണ്ട് CPM എന്ന് പറഞ്ഞ പാർട്ടി ഓരോ ഘട്ടത്തിലും ഇടപെട്ട് ഇതിന്റെ കൃത്യമായി പ്രോസിക്യൂഷനുമായി ചേർന്ന് എങ്ങനെ തെളിവ് നശിപ്പിച്ചാൽ ഇതില്ലാതാകാമോ ആ നിലയിലെല്ലാം തെളിവ് നശിപ്പിച്ച് ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഭരണഘടന ഇതൊന്നും ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പോലീസുകാരനെ വെടിവെച്ച് കൊല്ലാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് അവനെ വെടിവെച്ച് കൊല്ലായിരുന്നു. പക്ഷെ ഇവിടെ ഭരണഘടന ഉണ്ടല്ലോ. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഇത് ചെയ്ത പോലീസുകാരനെ അനുഭവിക്കണം, അവനെ നിയമത്തിനകത്തുനിന്ന് പ്രോസിക്യൂട്ട് ചെയ്യണം. അതുകൊണ്ട് ഞങ്ങൾ സേവ് കേരള ഫോറം ഈ സുനിൽകുമാർ എന്ന് പറഞ്ഞ സർക്കിൾ ഇൻസ്പെക്ടറെയും അവിടുത്തെ ജില്ലാ പോലീസ് മേധാവിയെയും CRPC 197 പ്രകാരം പ്രോസിക്യൂട്ടർ എന്ന് ആവശ്യപ്പെടുന്ന കത്ത് ഞങ്ങൾ പിന്നെ സുനിൽകുമാറിനെ പ്രോസിക്യൂട്ടർ എന്നുള്ള കത്ത് DGP-ക്കും SP-യെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നുള്ള കത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും അയക്കുകയും അതിൻ്റെ നിയമ പോരാട്ടം ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രോസിക്യൂട്ട് ചെയ്തതിന് ശേഷമേ ഇനി സേവ് കേരള ഫോറം ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് വിശ്രമമുള്ളൂ എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാൻ. അപ്പോൾ സാറേ, ഇതിൽ നമ്മുടെ ഇപ്പോൾ ഒറീസയിൽ ബിജു പട്നായിക്കിൻ്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന ആദിവാസി ഗോത്രവിഭാഗക്കാരെ സ്വാധീനിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് കളിക്കളങ്ങൾ നിർമ്മിക്കുകയും അങ്ങനെ കുട്ടികളെ അതിലേക്ക് ആകർഷിക്കുകയും സ്കൂളിലേക്ക് വരുന്നവർക്ക് 1500 രൂപയൊക്കെ കൊടുത്തു. എൻ്റെ ഒരു ചോദ്യം, നമ്മൾ ഈ 2 ലക്ഷത്തിൽ താഴെ മാത്രം വരുന്ന ഈ ഷെഡ്യൂൾ ട്രൈബ് എന്ന് പറയുന്ന വിഭാഗക്കാരെ CPM പോലെയുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊരു ധാർമ്മികമായ ബാധ്യതയുണ്ട്, കോൺഗ്രസിന് അതില്ല. ആ ബാധ്യതയുള്ളവരൊന്നും പൊക്കിക്കൊണ്ട് വരാത്തത് കൊണ്ടല്ലേ സാർ ഇത്ര വലിയ പ്രശ്നങ്ങളുണ്ട്? അല്ല, അത് പൊക്കിക്കൊണ്ട് വരുന്നില്ല എന്ന് മാത്രമല്ല, ആ വിഭാഗത്തിന് ഏറ്റവും കൂടുതൽ ചവിട്ടി താഴ്ത്തുന്നത് ഇവരല്ലേ, CPM അല്ലേ. ഇപ്പൊ CPM-നകത്ത് തന്നെ CPM-നകത്ത് എന്തിനാണ് ഈ പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടി മാത്രം ഒരു പട്ടികവർഗ മന്ത്രി? എന്തുകൊണ്ട് അവർക്ക് പിന്നെ മറ്റൊരു വകുപ്പ് കൊടുക്കാൻ പാടില്ലായിരുന്നു? അതെന്തോ എനിക്കൊന്ന് CPI-യുടെ എന്തോ PK രാഘവനോ മറ്റോ ഉണ്ടായിരുന്നപ്പോഴത്തേക്കാണ് വേറൊരു വകുപ്പ് കൊടുത്തത്. പട്ടികവർഗക്കാർ എന്തുകൊണ്ടാണ് പട്ടികവർഗത്തിന്റെ മണ്ഡലത്തിൽ മാത്രം മത്സരിക്കുന്നത്? അവരെ മറ്റു സ്ഥലങ്ങളിൽ മത്സരിപ്പിക്കാത്തത്. മനസ്സിലായി? അപ്പൊ ഇവരെ എംപവർ ചെയ്യണമായിരുന്നുവെങ്കിൽ അത് വളരെ എളുപ്പമായിരുന്നു. കാരണം വെച്ചാൽ അവർ 35 ലക്ഷം ആളുകൾ മാത്രമേ ഉള്ളൂ കേരളത്തിൽ. ആ 35 ലക്ഷം വരുന്ന പാവപ്പെട്ടവൻ ഇന്നും അവന് ഭൂമിയില്ല കേരളത്തിൽ. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഭൂമിയല്ലേ. ഭൂമിയില്ലാത്തത് കൊണ്ട് അവൻ്റെ വീട്ടിനകത്ത് കുഴിയെടുത്ത് അവൻ്റെ വീട്ടിലെ ബന്ധുക്കളെ ആ കുഴിയിൽ അടക്കിയിട്ട് അവൻ ഇന്നും ജീവിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും ലജ്ജാകരമാണെന്ന് തോന്നേണ്ടത് CPM എന്ന് പറഞ്ഞ പാർട്ടിക്കല്ലേ. ഒരു ചോദ്യം കൂടി സാറേ, ലാസ്റ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെയുള്ള PM ആർഷൻ്റെ കേസിലേക്ക് വന്നാൽ ഇതിനു മുമ്പ് പല നമുക്കറിയാം പ്രിൻസിപ്പൽമാരെയും അതുപോലെ HODs-നെയും ഇവരെല്ലാം അവരുടെ കസേര കത്തിക്കുക, അവരുടെ മുട്ടുകാല് തല്ലിയൊടിക്കും എന്ന് പറയുക, ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വരുതിയിലാക്കാൻ കഴിഞ്ഞു. പക്ഷെ അങ്ങനെ വരുതിയിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ ഇടയിൽ ശരിക്കും ആദ്യമായി ഒരാൾ അങ്ങനെ വരുതിയിലാകില്ല എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു സൂപ്പർ ഹീറോ പരിവേഷമാണല്ലോ സാർ ഈ പറയുന്ന ഗവർണർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അത് സ്വാഭാവികമാണല്ലോ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം SFI-കാരൻ്റെ ഗുണ്ടായിസം, അവൻ്റെ ക്രിമിനൽ പ്രവർത്തനം നമ്മൾ എടുത്തു നോക്കിയാൽ
എല്ലാ സർവകലാശാലകളിലും SFIക്കാണ് ആധിപത്യം എന്നാണ് പറയുന്നത്. സ്വാഭാവികമാണ്. അപ്പം ഞാൻ ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് ഒരു CPM കാരൻ്റെ പോസ്റ്റായിരുന്നു. ആ പോസ്റ്റ് എടുത്തിട്ട് ഞാൻ അതിന്മേൽ കമൻറ്റ് എഴുതുകയായിരുന്നു. അതിനകത്ത് എന്താ പറയുന്നറിയോ? ഉമ്മൻചാണ്ടിയുടെ വാർഡിൽ LDF, രമേശ് ചെന്നിത്തലയുടെ വാർഡിൽ LDF, VD സതീശൻ്റെ വാർഡിൽ LDF, V മുരളീധരൻ്റെ വാർഡിലും LDF. എന്നാൽ പിണറായി പഞ്ചായത്തിൽ പിണറായിയുടെ വാർഡിൽ CPM. അവിടെ 19 വാർഡിൽ 19ലും CPM. അവിടെ നോക്കി കളിക്കണടാ എന്നും പറഞ്ഞിട്ടൊരു ഇത് വന്നു. അപ്പം ഞാൻ അതിൻ്റെ ഇടയിലൊരു പോസ്റ്റ് ഇട്ടു. എന്താണ് ഈ ആദ്യം പറഞ്ഞ പിന്നെ ഉമ്മൻചാണ്ടിയുടെ വാർഡിൽ, രമേശ് ചെന്നിത്തലയുടെ വാർഡിലും, VD സതീശൻ്റെ വാർഡിലും, V മുരളീധരൻ്റെ വാർഡിലും ജനാധിപത്യമുണ്ട്. ആ ജനാധിപത്യം ഉള്ളതുകൊണ്ട് അവിടെ ഏതൊരു പാർട്ടി ജയിക്കുന്നു. അതേസമയം പിണറായി വിജയൻ്റെ പാർട്ടിയിൽ പിന്നെ വാർഡിൽ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പഞ്ചായത്തിൽ UDFന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ കൈ കാണുകയല്ല, അല്ലെ കാല് കാണുകയല്ല, അല്ലെ തല കാണുകയല്ല. ഇതാണ് SFI ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ബഹുഭൂരിപക്ഷം പിള്ളേരോടും വന്നാൽ കൈ കാലം തല്ലുപിടിക്കുന്നു പോയി. അപ്പോൾ ഒരു 25-30% ആളുകളായിരിക്കും വരുന്നത്. അവരാണ് പിന്നെ SFI വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്. മനസ്സിലായി? അവന്മാർ കാണിക്കുന്ന വൃത്തികേടുകൾ, അവന്മാർ കോളേജിൽ കാണിക്കുന്ന വൃത്തി, ഇതെല്ലാം കണ്ട് മടുത്ത് കിടക്കുന്ന ജനം, ഇനിയോ യാതൊരു രക്ഷയില്ല സാറേ എന്ന് പറഞ്ഞ് കിടക്കുന്ന ജനം ഈ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിൽ ഒരു രക്ഷകനെ കാണുകയാണ്. ആ രക്ഷകനെ കാണുന്നത് കൊണ്ടാണ് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ പോലും ഏറ്റവും സ്നേഹസാന്ദ്രമായി അദ്ദേഹത്തോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, CPMന് മാത്രമല്ല, ഇത് കോൺഗ്രസ്സുകാരനും ഇത് BJPക്കാരനും ഒക്കെ ഇതൊരു പാഠമാണ്. ഇതിൽ നിന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പാഠം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അവർക്ക് നല്ലത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഗവർണർ നടത്തിയിട്ടുള്ള ഈ ശ്രമങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു പിന്നെ ഫോൾ ഔട്ട് എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു കീറക്കടലാസാണെന്ന്, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഇയാൾ വെറും ഒരു കീറ ചാക്കാണെന്ന് ഈ ഗവർണർ തീരുമാനിച്ചു. എനിക്കൊരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ പിണറായി വിജയനെ വെല്ലുവിളിക്കാനുള്ളത്, ഇന്ന് 3/4 മണിക്കൂർ മിഠായി തെരുവിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് നടന്നല്ലോ, അതുപോലെ ഒന്ന് നടക്കാൻ പിണറായി വിജയന് നട്ടലുണ്ടോ? പിണറായി വിജയന് ആർജവുണ്ടോ? പിണറായി വിജയന് ഇച്ഛാശക്തി ഉണ്ടോ? പിണറായി വിജയനുള്ളതൊന്നും ആരിഫ് മുഹമ്മദ് ഖാന് കേരളത്തിലില്ലല്ലോ. പാർട്ടിയില്ല, ബൂത്തില്ല, DYFI ഇല്ല, SFI ഇല്ല, പോലീസില്ല, ഒരു ചുക്കുമില്ലല്ലോ. അയാൾ കാണിച്ച ആ ഒരു ആർജവം കാണിക്കാൻ പിണറായി വിജയന് നട്ടലുണ്ടോ എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പിണറായി വിജയനെ വെല്ലുവിളിക്കാനുള്ളത്. നമസ്കാരം.